ഗോലോകനാഥം നതപാരിജാതം ഗോഗോപഗോപീ നയനാബ്ജസൂനും നാനാവിഭൂഷ വിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം നമാമി കൃഷ്ണം കരുണാപയോധിം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അത പഞ്ചാശത്തമോധ്യായ 55-ാമത്തെ അധ്യായമാണ് നാം ആരംഭിക്കുന്നത്. ഇതിൽ പ്രത്യുമ്നന്റെ ജനനവും ശംബരാസുരന്റെ നിഗ്രഹവുമാണ് ഈ അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് ഇന്നത്തെ ഭാഗം ഇന്ന് 1 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. പരമേശ്വരന്റെ കോപാഗ്നിയിൽ ദഹിച്ചുപോയ മന്മഥൻ ശ്രീകൃഷ്ണന്റെയും രുക്മിണിയുടെയും പുത്രനായി പ്രത്യുമ്നനായി അവതരിക്കുന്നു. മന്മഥനോട് വിദ്വേഷമുണ്ടായിരുന്ന ശംബരാസുരൻ 10 ദിവസം പോലും പ്രായമില്ലാത്ത കുഞ്ഞിനെ അപഹരിച്ച് സമുദ്രത്തിൽ എറിയുന്നു. ഒരു മുക്കുവൻ വല വീശിയപ്പോൾ ഈ കുഞ്ഞിനെ ഒരു വലിയ മത്സ്യം വിഴുങ്ങി. അപ്പൊ ഈ വലിയ മത്സ്യം മുക്കുവന്റെ ആ വലയിൽ അകപ്പെട്ടു. അപ്പൊ വലിയ മത്സ്യമായതുകൊണ്ട് അത് ശംബര രാജാവിനായി കാഴ്ചവെച്ചു. അപ്പൊ പാചകക്കാരൻ ആ വലിയ മത്സ്യത്തെ മുറിച്ചപ്പോൾ അതിനകത്ത് ഒരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എടുത്ത് ആ സമയത്ത് മന്മഥന്റെ ഭാര്യയായിരുന്ന രതീദേവി മായാവതി എന്ന പേരിൽ അവിടെ പാചകക്കാരിയായിരുന്നു. അപ്പൊ ആ മായാവതിക്ക് കൊടുത്തു. മായാവതി ആരും അറിയാതെ കുഞ്ഞിനെ വളർത്തി. നാരദനിൽ നിന്ന് ഇത് തന്റെ ഭർത്താവായ മന്മഥൻ തന്നെയാണെന്ന് മായാവതിക്ക് മനസ്സിലായി. അപ്പൊ ആരും അറിയാതെ കുഞ്ഞിനെ വളർത്തുന്നു. കുഞ്ഞ് വളർന്നു വലുതാകുന്നു. അപ്പോൾ മായാദേവി ആ കുഞ്ഞിനോട് അനുരാഗങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ പ്രത്യുമ്നൻ ചോദിച്ചു, അങ്ങ് അമ്മയിൽ നിന്ന് അതിക്രമിച്ചുള്ള വാത്സല്യം കാണിക്കുന്നല്ലോ, എന്താണ് കാരണം? ഇത് ശരിയായിട്ടുള്ള രീതിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രത്യുമ്നന്റെ ജനനത്തിന്റെ കഥകളെല്ലാം നാരദനിൽ നിന്ന് മനസ്സിലാക്കിയത് മുഴുവനും പ്രത്യുമ്നനെ മായാവതി പറഞ്ഞു കേൾപ്പിക്കുന്നു. എന്നിട്ട് മായാവതി പല മായാവിദ്യകളും മഹാമായാവിദ്യയും പ്രത്യുമ്നനെ പഠിപ്പിച്ചു. പ്രത്യുമ്നൻ ശംബരാസുരനെ പ്രകോപിക്കാൻ വേണ്ടി നിന്ദാവാക്കുകൾ പറഞ്ഞു. ശംബരന് ദേഷ്യമായി പ്രത്യുമ്നനോട് യുദ്ധം ചെയ്യാൻ ഗദയും കൊണ്ട് അടുത്തു. അപ്പൊ പ്രത്യുമ്നനും ഗദ കൊണ്ട് തടുത്തു. ഇത്രയും ഭാഗം ഇന്ന് ചർച്ച ചെയ്യാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുകവാച കാമസ്തു വാസുദേവാംശോ ദത്തപ്രാഗ്രുദ്രമന്യുനാ ദേഹോപപത്തയേ ഭൂയാ സ്തമ്മേവ പ്രത്യപദ്യതാം. കാമഃ തു വാസുദേവ അംശഃ ദത്തഃ പ്രാഗ് രുദ്രമന്യുനാ ദേഹ ഉപപത്തയേ ഭൂയഃ തം ഏവ പ്രത്യപദ്യത. വാസുദേവ അംശഃ വാസുദേവന്റെ അംശനായ കാമദഹത്തു മന്മഥനാകട്ടെ. അപ്പൊ മന്മഥൻ എന്ന് പറഞ്ഞ ആരാണ്? മനസ്സിൽ ജനിക്കുന്നവനാണ് മന്മഥൻ. ഇപ്പൊ ചിത്തത്തിന്റെ അധിഷ്ഠാന ദേവത വാസുദേവനാണ്. അതുകൊണ്ട് മന്മഥനെ വാസുദേവന്റെ അംശത്തിൽ നിന്ന് ജനിച്ചവനെന്ന് പറയുന്നു. ശിവ പാർവതി സംഗമത്തിന് വേണ്ടി മന്മഥൻ എന്ത് ചെയ്തു? ശിവൻ ധ്യാനത്തിലായിരുന്നപ്പോൾ ശിവനെ കാമാസ്ത്രങ്ങൾ എയ്ത് കണ്ണു തുറപ്പിച്ചു പാർവതിയെ നോക്കാൻ വേണ്ടി. അപ്പോൾ ശിവൻ കണ്ണു തുറന്നപ്പോൾ കണ്ടതാരാണ്? കാമദേവനെയാണ്. ഉടനെ തന്നെ തന്റെ നേത്രം 3-ാം
കണ്ണു തുറന്ന് ആ കാമദേവനെ ദഹിപ്പിച്ചു. അപ്പൊ അങ്ങനെ ദഹിച്ച കാമദേവനാണ് പിന്നീട് പ്രത്യുമ്നനായി അവതരിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാസുദേവന്റെ അംശമായ കാമഹത്തു മന്മഥനാകട്ടെ രുദ്രമന്യുന പരമേശ്വര കോപത്താൽ, ഇപ്പൊ പരമേശ്വരന്റെ തപസ്സുളക്കാൻ കാമദേവൻ കാമബാണം അയച്ചപ്പോൾ പരമേശ്വരന്റെ കോപത്താൽ പ്രാക്ക് മുൻപ് ദഗ്ധ ദഹിപ്പിക്കപ്പെട്ടു. അപ്പൊ അന്ന് കാമദേവൻ ആ ഭഗവാന്റെ ആ പരമേശ്വരന്റെ ക്രോധാഗ്നിയിൽ ദഹിച്ചു. ഭൂയക പിന്നെയും ദേഹോപപത്തയെ ദേഹത്തിന്റെ പ്രാപ്തിക്കായിക്കൊണ്ട് തമ്മേവ അവനെ തന്നെ പ്രത്യപത്യത. അപ്പൊ പിന്നെ വിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിച്ചു. അതായത് ശ്രീകൃഷ്ണന്റെ പുത്രനായി ജനിക്കാൻ നിശ്ചയിച്ച് ശ്രീകൃഷ്ണനെ തന്നെ ശരണം പ്രാപിച്ചു. കാമസ്തോ വാസുദേവാംശോ ദഗ്ധപ്രാഗ്രുദ്രമന്യുന ദേഹോപപത്തയേ ഭൂയ സ്തമ്മേവ പ്രത്യപദ്യതാം. ശ്ലോകം 2. സയേവ ജാതോ വൈദർഭ്യാം കൃഷ്ണവീര്യ സമുദ്ഭവഃ പ്രത്യുമ്ന ഇത് വിഖ്യാത സർവതോ അനവമ പിതുഃ. സഹ ഏവ ജാതഃ വൈദർഭ്യാം കൃഷ്ണവീര്യ സമുദ്ഭവഃ. സഹ ഏവ അവൻ തന്നെ, ആ മന്മഥൻ തന്നെ, കൃഷ്ണവീര്യ സമുദ്ഭവ കൃഷ്ണന്റെ വീര്യത്തിൽ നിന്ന് ഉത്ഭവിച്ച് വൈദർഭ്യ രുക്മിണിയിൽ ജാതഃ ജനിച്ചു. അപ്പൊ കൃഷ്ണന്റെയും രുക്മിണിയുടെയും പുത്രനായി ജനിച്ചു. പേരെന്താണ്? പ്രത്യുപ്നഃ ഇതി, പ്രത്യുപ്നൻ എന്ന് വിഖ്യാത പ്രസിദ്ധനായി. സർവതഃ എല്ലാം കൊണ്ടും പിതുഹു പിതാവിൽ നിന്ന് അനവമഹ ന്യൂനൻ അല്ലാത്തവനായിരുന്നു എന്ന് പറഞ്ഞാൽ പിതാവിൽ നിന്ന് വ്യത്യസ്തനല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കൃഷ്ണന് സദൃശനായിരുന്നു. കാണാൻ കൃഷ്ണനെ പോലെ തന്നെ, കൃഷ്ണന്റെ മകനാണല്ലോ, കാണാൻ കൃഷ്ണനെ പോലെ തന്നെ ആയിരുന്നു പ്രത്യുപ്നൻ. അങ്ങനെ മന്മഥൻ കൃഷ്ണന്റെയും രുക്മിണിയുടെയും മകനായി ജനിക്കുന്നു. സയേവ ജാതോ വൈദർഭ്യാം കൃഷ്ണവീര്യ സമുദ്ഭവഃ പ്രത്യുമ്ന ഇത് വിഖ്യാത സർവതോ അനവമപ്പിതോ. ശ്ലോകം 3. തം ശംബര കാമരൂപീ ഹത്വാ തോകമനിർദശം സവിദിത്വാ ആത്മനഃശത്രും പ്രാസ്യോദന്യത്യ അഗാദ്ഗൃഹം. തം ശംബരഃ കാമരൂപി ഹൃത്വാ തോകം അനിർദശം. അനിർദശം 10 നാൾ കഴിയാത്ത, ഇപ്പൊ കുട്ടി ജനിച്ച് 10 നാൾ കഴിഞ്ഞില്ല. ആ കുഞ്ഞിനെ തം തോകം, ആ ശിശുവിനെ കാമരൂപി ഇഷ്ടം പോലെ സ്വരൂപം സ്വീകരിക്കാൻ കഴിവുള്ള സഹശംബര, ആ ശംബരാസുരൻ. അപ്പൊ ശംബരാസുരന് മായാവിദ്യകളൊക്കെ അറിയാം. അസുരനാണല്ലോ, മയനിൽ നിന്ന് മായാവിദ്യകളെല്ലാം പഠിച്ചവനാണ് ശംബരൻ. അപ്പൊ അങ്ങനെ ഇഷ്ടം പോലെ രൂപം, ഏത് രൂപം വേണമെങ്കിലും എടുക്കാൻ കഴിവുള്ളവനാണ് ഈ ശംബരാസുരൻ. അപ്പൊ ഈ ശംബരാസുരൻ എന്ത് ചെയ്തു? ആത്മനഹ തന്റെ ശത്രു എന്ന് വിദിത്വ അറിഞ്ഞ്, അതായത് കാമദേവൻ ശംബരന്റെ ശത്രുവാണ്, അപ്പൊ കാമദേവനാണ് ഈ കുഞ്ഞായിട്ട് ജനിച്ചതെന്നറിഞ്ഞ് ഹൃത്വ അതിനെ അപഹരിച്ചു. ആരും അറിയാതെ 10 ദിവസം പോലും പ്രായമാവാത്ത കുഞ്ഞിനെ അമ്മയുടെ അടുത്തിൽ നിന്ന് അപഹരിച്ചിട്ട് ഉദന്വതി സമുദ്രത്തിൽ പ്രാസ്യ എറിഞ്ഞിട്ട് ഗൃഹം ഭവനത്തെ അഗാധഗമിച്ചു. അപ്പൊ വേഷം മാറാൻ കഴിവുള്ള ശംബരാസുരൻ എന്ത് ചെയ്തു? ആരും അറിയാതെ അമ്മയുടെ അടുത്ത് നിന്ന് കുഞ്ഞിനെ അപഹരിച്ച് സമുദ്രത്തിൽ എറിഞ്ഞു. തം ശംബരം കാമരൂപീ ഹൃത്വാതോകമനിർദശം സവിദിത്വാത്മനാ ശത്രും പ്രാസോദ ഉദന്യത്വ അഗാധ് ഗൃഹം. ഉദന്വതി അഗാധ് ഗൃഹം എന്നാണ്. പ്രാസ്യ ഉദന്വതി അഗാധ് ഗൃഹം. ഉദന്വതി സമുദ്രത്തിൽ, പ്രാസ്യ എറിഞ്ഞിട്ട് ഗൃഹം ഭവനത്തെ അഗാധ് ഭവനത്തെ പ്രാപിച്ചു. ശ്ലോകം 4. തം നിർജഗാര ബലവാൻ മീനസോപ്യ അപരൈസഹ വൃതോ ജാലേന മഹത
ഗൃഹീതോ മത്സ്യജീവിഭിഃ തം നിർജഗാര ബലവാൻ മീനഃ സഹ അപി അപരൈഃ സഹ വൃതഃ ജാലേന മഹതാ ഗൃഹീതഃ മത്സ്യജീവിഭിഃ. ബലവാൻ മീനഃ, ബലമുള്ളതായ മത്സ്യം, ഒരു വലിയ മത്സ്യം, തം അവനെ, ആ കുഞ്ഞിനെ, നിർജഗാര വിഴുങ്ങി. ശമ്പരാസുരൻ ഈ കുഞ്ഞിനെ എടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? സമുദ്രത്തിലുള്ള ഒരു വലിയ മത്സ്യം കുഞ്ഞിനെ അങ്ങ് വിഴുങ്ങി. സഹ അഭി, ആ മത്സ്യവും മത്സ്യജീവിഭിഃ മുക്കുവരാൽ മഹത വലുതായ ജാലേന വല കൊണ്ട്. അപ്പോ മുക്കുവന്മാർ സമുദ്രത്തിൽ വലയെറിഞ്ഞ് മത്സ്യം പിടിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു മുക്കുവൻ ഒരു വലയെറിഞ്ഞപ്പോൾ അപരൈഹി സഹ, മറ്റു മത്സ്യങ്ങളോടൊപ്പം ഈ മത്സ്യവും വലയ്ക്കകത്തകപ്പെട്ടു. വൃതഃ അപരൈഹി സഹ, മറ്റു മത്സ്യങ്ങളോടുകൂടി വൃതഃ ചുറ്റപ്പെട്ടതായിട്ട് ഗൃഹീത പിടിക്കപ്പെട്ടു. അപ്പൊ ഈ കുഞ്ഞിനെ വിഴുങ്ങിയ വലിയ മത്സ്യവും മറ്റു മത്സ്യങ്ങളോടൊപ്പം ഒരു മുക്കുവന്റെ വലയിൽ അകപ്പെട്ടു. തം നിർജഗാര ബലവാൻ മീനസോപ്യപരൈ സഹ വൃതോ ജാലേന മഹതാ ഗൃഹീതോ മത്സ്യജീവിഭിഃ. ശ്ലോകം 5. തം ശംബരായ കൈവർത്ത ഉപാജഹൃ ഉപായനം സൂതാമഹാനസം നീത്വാ അവദ്യൻ സ്വധിന അദ്ഭുതം. തം ശംബരായ കൈവർത്ത, കൈവർത്ത മുക്കുവൻ എന്ത് ചെയ്തു? തം, ആ വലിയ മത്സ്യത്തെ ശംബരായ, ശംബരനായിക്കൊണ്ട് ഉപാജഹൃ ഉപായനം, കാഴ്ചദ്രവ്യമായിട്ട് ഉപജഹ്രു വച്ചു. ഉപാഹരിച്ചു എന്ന് പറഞ്ഞാൽ കാഴ്ചദ്രവ്യമായി വച്ചു. അതായത് വലിയ സാധനങ്ങൾ എന്ത് കിട്ടിയാലും അത് രാജാവിന് കൊടുക്കണമല്ലോ. അപ്പൊ ഇത് വലിയ മത്സ്യമാണ്, അതുകൊണ്ട് അത് രാജാവിന് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ശംബരാസുരനായി കൊടുത്തു. സ്വധിന അല്ല സൂത വൈപ്പുകാരൻ മഹാനസം അടുക്കളയെ നീത്വ പ്രാപിച്ചിട്ട് സ്വധിതിന കത്തി കൊണ്ട് അവദ്യൻ അതിനെ മുറിച്ചു. അപ്പോൾ രാജാവിനെ കാഴ്ച വയ്ക്കുമ്പോൾ രാജാവ് എന്ത് ചെയ്യും? വലിയ മത്സ്യമല്ലേ, കറി വയ്ക്കാനായിട്ട് പാചകക്കാരൻ്റെ കൊടുക്കും. അപ്പൊ പാചകക്കാരൻ എന്ത് ചെയ്തു? മഹാനസം അടുക്കളയെ നീത്വ പ്രാപിച്ചിട്ട് അടുക്കളയിൽ ചെന്ന് സ്വധിതിന കത്തി കൊണ്ട് അവദ്യൻ അതിനെ മുറിച്ചു. അപ്പോഴോ അദ്ഭുതം, ആശ്ചര്യം. എന്താണ്? ബാക്കി അടുത്ത ശ്ലോകത്തിൽ പറയും. തം ശംബരായ കൈവർത്ത ഉപാജഹൃ ഉപായനം സൂതാമഹാനസം നീത്വാ അവദ്യൻ സ്വധിദിനാത്ഭുതം. ശ്ലോകം 6. ദൃഷ്ട്വാ തദുദരേ ബാലം മായാവത്यै നിവേദയത് നാരദോ അകഥയത് സർവം തസ്യാശങ്കിത ചേതസഃ ബാലസ്യ തത്വമുത്പത്തിം മത്സ്യോദര നിവേശനം. ദൃഷ്ട്വാ തത് ഉദരേ ബാലം മായാവത്यै നിവേദയത് നാരദഃ അകഥയത് സർവം തസ്യാഹ ശങ്കിത ചേതസഃ ബാലസ്യ തത്വം ഉത്പത്തിം മത്സ്യ ഉദര നിവേശനം. ദൃഷ്ട്വാ കണ്ടു, എന്തോന്നാണ്? തതുദരേ അതിന്റെ വയറ്റിൽ, ആ മത്സ്യത്തിന്റെ വയറ്റിൽ. നേരത്തെ അത്ഭുതം എന്ന് പറഞ്ഞല്ലോ, അത്ഭുതകരമായ ബാലൻ കുട്ടിയെ ദൃഷ്ട്വാ കണ്ടിട്ട് മായാവതിക്കായിക്കൊണ്ട് നിവേദയ അറിയിച്ചു. അപ്പൊ മത്സ്യത്തിനെ വെട്ടാൻ പാചകമൊക്കെ വേറെ ആളുകളുണ്ട്, മായാവതിയാണ് കറി വയ്ക്കുന്നത്. അപ്പൊ മായാവതിയോട് പറഞ്ഞു. ഒരു കുട്ടിയെ കണ്ടത് മായാവതിയും അടുക്കളക്കാരിയായിട്ട്, അതായത് കാമദേവന്റെ പത്നിയായ രതീദേവി ശംബരാസുരന്റെ ഗൃഹത്തിൽ ഇപ്പൊ മായാവതിയായിട്ട് പാചകക്കാരിയായിട്ട് കഴിയുകയാണ്. അപ്പൊ മായാവതിയോട് പറഞ്ഞു, ശങ്കിത ചേതസഹ സംശയിച്ചു കൊണ്ടിരുന്ന തസ്യാഹ അവൾക്ക് ബാലസ്യ കുട്ടിയുടെ ഉൽപ്പത്തിയും ജനനത്തെയും മത്സ്യോ ഉദര നിവേശനം മത്സ്യത്തിന്റെ വയറ്റിൽ പ്രവേശിച്ചതിനെയും തത്വം സത്യമായിട്ട് നാരദൻ സർവം എല്ലാം അകഥയെ പറഞ്ഞു. അപ്പൊ നാരദ മഹർഷി അവിടെ എത്തി
ആ പ്രദ്യുമ്നന്റെ ഉൽപ്പത്തിയും എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ കുട്ടി ആരാണെന്നുള്ളത് നാരദ മഹർഷിയിൽ നിന്ന് പരമാർത്ഥമെല്ലാം മായാദേവി ഗ്രഹിച്ചു. ദൃഷ്ട്വാ തദുദരേ ബാലം മായാവത്यै നിവേദയത് നാരദോ അകഥയത് സർവം തസ്യാശങ്കിത ചേതസഃ ബാലസ്യ തതുൽപത്തി മത്സ്യോദര നിവേശനം. ശ്ലോകം 7. സാ ച കാമസ്യ വൈപത്നി രതിർനാമ യശസ്വിനി പത്യുർ നിർദഗ്ധദേഹസ്യ ദേഹോത്പത്തിം പ്രതീക്ഷതി. സാ ച അവളാകട്ടെ, അതായത് ഇവിടെ മായാവതി, കാമസ്യ മന്മഥന്റെ കാമദേവന്റെ പത്നി ഭാര്യയും യശസ്വിനി കീർത്തിമതിയുമായ രതീഹി വൈ രതീദേവി തന്നെയായിരുന്നു. അപ്പൊ രതീദേവിയാണ് മായാദേവിയായിട്ട് ശമ്പരന്റെ അടുക്കളക്കാരി ആയത്. നിർദഗ്ധ ദേഹസ്യ ദേഹം ദഹിച്ചുപോയ പത്യുഹു പതിയുടെ, അതായത് ശിവന്റെ തപസ്സിനെ ഇളക്കാൻ പാർവതിയെ വിവാഹം കഴിക്കാൻ വേണ്ടി കാമദേവൻ എന്ത് ചെയ്തു? ശിവനിൽ കാമാസ്ത്രം പ്രയോഗിച്ചപ്പോൾ പരമേശ്വരൻ കണ്ണു തുറന്ന് നോക്കിയതും കാമദേവൻ ദഹിച്ചുപോയി. അങ്ങനെ ദഹിച്ചുപോയ പത്യുഹു പതിയുടെ ദേഹോൽപത്തിയും ദേഹത്തിന്റെ ഉത്ഭവത്തെ പ്രതീക്ഷതി കാത്തിരിക്കുന്നവളായിരുന്നു. അപ്പൊ രതീദേവിയുടെ സങ്കടം കണ്ടിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞു, ഇനി ഞാൻ തിരിച്ച് ജനിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കാമദേവന്റെ ജനനത്തിനായി കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു പതിവ്രതയായ രതീദേവി. മായാദേവി എന്ന പേരിൽ ശമ്പരാസുരന്റെ ഗൃഹത്തിൽ പാചകക്കാരിയായി താമസിച്ചു വരികയായിരുന്നു. സാച കാമസ്യ വൈപത്നി രതിർനാമ യശസ്വിനി പത്തിർനിർദഗ്ധ ദേഹസ്യ ദേഹോൽപത്തിയും പ്രതീക്ഷതി. ശ്ലോകം 8. നിരൂപിത ശമ്പരേണ സാ സൂപ ഔദന സാധനെ കാമദേവം ശിശും ബുദ്ധ്വാ ചക്രേ സ്നേഹം തദാർഭകേ. നിരൂപിത ശമ്പരേണ സാ അവൾ സൂപ ഔദന സാധനെ, സൂപം എന്ന് പറഞ്ഞാല് പരിപ്പ്, ഔദനം ഓദനം ചോറ് മുതലായ തയ്യാറാക്കാൻ ശമ്പരേണ നിരൂപിത നിശ്ചയിക്കപ്പെട്ടവളാകുന്നു. അപ്പൊ ചോറ് കറിയൊക്കെ വയ്ക്കാൻ ശമ്പരന്റെ അടുക്കളക്കാരിയായി വന്നതായിരുന്നു ആര്? മായാദേവി എന്ന പേരിൽ രതീദേവി. ശിശും കുട്ടിയെ കാമദേവൻ മന്മഥനെന്ന് ബുദ്ധ്വ അറിഞ്ഞിട്ട് അപ്പോൾ അർഭകെ കുട്ടിയിൽ സ്നേഹത്തെ ചക്രേ ചെയ്തു. അപ്പോൾ അവള് ഇത് കാമദേവൻ തന്നെ എന്ന് നാരദനിൽ നിന്ന് അറിഞ്ഞിട്ട് കുട്ടിയെ വളരെ ശ്രദ്ധയോടുകൂടി വളർത്തി. തന്റെ ഭർത്താവായ കാമദേവൻ തന്നെയാണിത് എന്ന് മനസ്സിലാക്കി അവൾ ശ്രദ്ധയോടുകൂടി മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ കുട്ടിയെ വളർത്തി. നിരൂപിത ശമ്പരേണ സാസോബൗദന സാധനെ കാമദേവം ശിശും ബുദ്ധ്വാ ചക്രേ സ്നേഹം തദാർഭകേ. ശ്ലോകം 9. ജ്ഞാതിദീർഘേണ കാലേന സാ കാർഷ്ണി രൂഢ യൗവനഃ ജനയാമാസ നാരീണാം വീക്ഷന്തീനാം ച വിഭ്രമം. ജ്ഞാതിദീർഘേണ കാലേന അതിവേഗത്തിൽ കാർഷ്ണി കൃഷ്ണപുത്രനായ സഹ അവൻ രൂഢയൗവനഃ രൂഢമായ യൗവനത്തോടു കൂടിയവനായി വീക്ഷന്തീനാം നോക്കുന്നവരായ നാരീണാം ച സ്ത്രീകൾക്കും വിഭ്രമം മോഹത്തെ ജനയാമാസ ജനിപ്പിച്ചു. അപ്പൊ അല്പകാലത്തിനുള്ളിൽ തന്നെ കുട്ടി പെട്ടെന്ന് വളർന്നു. യൗവനാവസ്ഥ പ്രാപിച്ച ആ കാർഷ്ണി കൃഷ്ണപുത്രനായ സഹ അവൻ തന്റെ സൗന്ദര്യ അതിശയത്താൽ തന്നെ നോക്കുന്ന സ്ത്രീകൾക്കെല്ലാം മോഹം ജനിപ്പിച്ചു. കാമദേവന്റെ പുത്രനാണല്ലോ, കാമദേവൻ എല്ലാവരെയും മോഹിപ്പിക്കുന്നവനാണ്. അപ്പോൾ അങ്ങനെ ഈ കുട്ടി എല്ലാവരെയും മോഹിപ്പിച്ചു. ജ്ഞാതിദീർഘേണ കാലേന സ കാർഷ്ണീരൂഢ യൗവനഃ ജനയാമാസ നാരീണാം വീക്ഷന്തീനാം ച വിഭ്രമം. 10. സാതം പതിം പത്മദളായ ദേക്ഷണം പ്രലംബ ബാഹും നരലോക സുന്ദരം
സവ്രീഡഹാസോ ഉത്തഭിതാ ഭ്രുവേക്ഷതി പ്രീത്യോപതസ്തേ രതിരംഗ സൗരതൈഹി സാ തം പതിം പത്മദളായതേക്ഷണം. പത്മദളായതേക്ഷണം, താമരദളം പോലെ നീണ്ടിരിക്കുന്ന കണ്ണുകളോട് കൂടിയവനും. താമരക്കണ്ണൻ, കൃഷ്ണനും അങ്ങനെയാണല്ലോ, അപ്പൊ കൃഷ്ണന്റെ മകനാണല്ലോ, അപ്പൊ അതുപോലെ തന്നെ താമരദളം പോലെ നീണ്ടിരിക്കുന്ന കണ്ണുകളോട് കൂടിയവനും, പ്രലംബഭാഗം നീണ്ട കൈകളോട് കൂടിയവനും, നരലോക സുന്ദരം, മനുഷ്യ വർഗത്തിൽ വെച്ച് പരമസുന്ദരൻ. ഭഗവാന്റെ സൗന്ദര്യം എത്ര ലോക്യമഹീയ സോഭ്യമഹിതം സമ്മോഹനം മോഹനാത് എന്ന് പട്ടതിരിപ്പാട് പറയും അല്ലേ. ലോകത്തിലെ എല്ലാത്തിനെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യം. അതുപോലെ തന്നെയാണ് ഈ കുട്ടിക്ക്. തമ്പതി, ആ ഭർത്താവിനെ, അങ്കേ ഹേ രാജാവേ, സവ്രീഡ ഹാസ ഉത്ത ഭിത ഭ്രുവ. സവ്രീഡ ലജ്ജയോടും, ഹാസ മന്ദഹാസത്തോടും, ഉത്തഭിത മന്ദഹാസത്തോടും കൂടിയ ഭ്രുവ ഭ്രൂചലനം കൊണ്ട്, പിരിയക്കൊടിയുടെ ചലനം കൊണ്ട്, ഈക്ഷതി നോക്കുന്നവളായിരിക്കുന്ന സാ ആരതി. അപ്പൊ ഭർത്താവിനെ അനുരാഗ സൂചകമായ ഭാവം പ്രവർത്തി അതോടെ കൂടി കടാക്ഷിക്കും. അപ്പോഴിങ്ങനെ പുരികമൊക്കെ ഒന്ന് ഉയർന്നു താഴ്ന്നു, പുരികത്തിന്റെ ചലനം കൊണ്ട് ലജ്ജയോടുകൂടി, എൻ്റെ ഭർത്താവാണല്ലോ, അപ്പൊ അങ്ങനെയുള്ള ലജ്ജയോടുകൂടി രതി ആ രതി പ്രീതിയോടും സൗരതൈ അനുരാഗത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തോടും കൂടി ഉപസ്ഥേ അടുത്ത് ചെന്നു നിന്നു. അപ്പൊ ഈ കുട്ടിക്കൊന്നും മനസ്സിലാകണില്ലല്ലോ. അപ്പൊ ഇവരെന്തോ വലിയ പ്രേമഭാവത്തോടുകൂടി, അനുരാഗത്തോടുകൂടി, ലജ്ജയോടുകൂടി പുരികങ്ങളൊക്കെ ഇളക്കി ആ സുന്ദരനായ ആ ഭർത്താവിനെ, ആ പ്രത്യുമ്നെ, കുട്ടിയെ ഇങ്ങനെ നോക്കുന്നു. സാ തമ്പതിം പത്മദളായ ദേക്ഷണം പ്രലംബഭാഗം നരലോക സുന്ദരം സവ്രീഡഹാസോത്തഭിത ഭ്രുവേക്ഷതി പ്രീത്യോപതസ്തേ രതിരംഗ സൗരതൈഹി. ശ്ലോകം 11. തമാഹ ഭഗവാൻ കാർഷ്ണേർ മാതസ്തേ മതിരന്യഥാ മാതൃഭാവം അതിക്രമ്യ വർത്തസേ കാമിനീയഥാം. തം ആഹ ഭഗവാൻ കാർഷ്ണിഹി മാതഹ തേ മതിഹി അന്യത. മാതഹ, അപ്പൊ ഈ കുട്ടി അമ്മയാണെന്നുള്ള രീതിയിലാണല്ലോ, അവിടെ കൊച്ചുകുട്ടിയായിരുന്നപ്പോ കിട്ടിയതല്ലേ. അപ്പൊ ഇത് ഈ കുട്ടിക്ക് അമ്മയുടെ ഭാവമാണ്. രതിദേവി അമ്മയായിട്ടാണ് കരുതുന്നത്. അപ്പൊ മാതാഹേ മാതാവേ തേ നിന്റെ മതിഹി ബുദ്ധി മാതൃഭാവം മാതാവിന്റെ ആ ഭാവത്തെ അതിക്രമിക്കുന്നു. അപ്പൊ മാതൃവാത്സല്യമല്ല നീ എന്നോട് കാണിക്കുന്നത്. കുട്ടിക്കും തോന്നി മാതൃവാത്സല്യമല്ലല്ലോ കാണിക്കുന്നത്, അല്ലയോ അമ്മേ. അവിടത്തെ ആ ബുദ്ധി മാതൃവാത്സല്യത്തെ അതിക്രമിച്ചിട്ട് അന്യത മറ്റു വിധത്തിൽ കാമിനീയത കാമിനിമാരെ പോലെ എന്നെ അനുരാഗത്തോടുകൂടി കാക്ഷിക്കുന്നവളെന്ന പോലെ വർത്തസേ നീ വർത്തിക്കുന്നുവല്ലോ എന്ന് ഭഗവാൻ കാർഷ്ണികി, ഭഗവത് അംശത്തോടുകൂടി ആ കൃഷ്ണപുത്രൻ താം അവളോട് ആഹ പറഞ്ഞു. അപ്പൊ കുട്ടിക്കും ഇവരുടെ നോട്ടത്തിൽ പെശക് തോന്നി. അപ്പൊ കുട്ടി അതിനെ പറയുന്നു, അമ്മയുടെ ഭാവത്തിലല്ലല്ലോ അമ്മ എന്നെ നോക്കുന്നത്, അമ്മയുടെ നോട്ടം ഒരു കാമിനി ഭാവത്തിലാണല്ലോ, അനുരാഗത്തോടു കൂടിയാണല്ലോ എന്ന് ചോദിക്കുകയാണ്. തമാഹ ഭഗവാൻ കാർഷ്ണേർ മാതസ്തേ മാതൃന്യഥാ മാതൃഭാവം അതിക്രമ്യ വർത്തസേ കാമിനീയതാം. ശ്ലോകം 12. രതിരുവാച ഭഗവാൻ നാരായണ സുധാ ശംബരേണ ഹൃദോ ഗൃഹാത് അഹം തേ അധികൃത പത്നി രതി കാമോ ഭഗവാൻ പ്രഭോ. അപ്പൊ രതി കാര്യമെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീ നാരദനിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്.
നാരായണ ഭവാൻ നാരായണസുതഃ നാരായണസുതഃ ഭവാൻ നാരായണപുത്രനായ അങ്ങ് ശംബരേണ ഹൃദോ ഗൃഹാത് ശംബരേണ ഹൃദഃ വീട്ടിൽ നിന്ന് ശംബരാസുരനാൽ ഹൃദഃ അപഹരിക്കപ്പെട്ടു. പ്രഭുവായുള്ളവനെ ഭവാൻ അങ്ങ് കാമഹ മന്മഥൻ ആകുന്നു. രണ്ടാമത്തെ ലൈൻ, അഹം തേ അധികൃത പത്നി രതിഹി കാമഹ ഭവാൻ ഭവാൻ കാമഹ അങ്ങ് കാമദേവനാകുന്നു. അഹം ഞാൻ തേ അങ്ങയുടെ അധികൃത അധികാരപ്പെട്ട പത്നി ഭാര്യയായ രതിയാകുന്നു. അങ്ങ് കാമദേവന്റെ അവതാരമാണ്, ഞാൻ അങ്ങയുടെ പത്നിയായ രതീദേവി ആകുന്നു. രതി നാരദനിൽ നിന്നറിഞ്ഞ കാര്യങ്ങളെല്ലാം ഈ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. രതിരുവാച ഭവാൻ നാരായണ സുത ശംബരേണ ഹൃദോ ഗൃഹാത് അഹം തേ അധികൃത പത്നി രതി കാമോ ഭവാൻ പ്രഭോ. ശ്ലോകം 13. ഏഷത്വാ അനിർദശം സിന്ധോ അക്ഷിപത് ശംബരോസുര മത്സ്യോ അഗ്രസീത് തദുദരാത് ഇഹ പ്രാപ്തോ ഭവാൻ പ്രഭോ. ഏഷഃ ത്വാ അനിർദശം സിന്ധാവ് അക്ഷിപ്ത എന്നാണ്. അപ്പോൾ അത് അവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സിന്ധൗ പ്ലസ് അക്ഷിപത് ശംബരഹ അസുരഹ. അവിടെ അക്ഷിപച്ഛംബരഹ എന്നുണ്ട്. സന്ധി വിച്ഛേദിക്കുമ്പോൾ സിന്ധൗ അക്ഷിപത് ശംബരഹ അസുരഹ. സിന്ധാവ് അക്ഷിപത് ശംബരോസുരഹ മത്സ്യഃ അഗ്രസീത് തദ് ഉദരാത് ഇഹ പ്രാപ്തഃ ഭവാൻ പ്രഭോ. ഏഷഃ ശംബരഹ ഈ അസുരഹ ഈ ശംബരൻ എന്ന അസുരൻ അനിർദശം 10 ദിവസം തികയാത്ത അങ്ങയെ സിന്ധൗ സമുദ്രത്തിൽ അക്ഷിപത് എറിഞ്ഞു. അപ്പോൾ ഈ ശംബരാസുരൻ അങ്ങയെ അപഹരിച്ച് കാമദേവന് ശത്രു ഉണ്ടായിരുന്ന ശംബരാസുരൻ 10 ദിവസം പോലും പ്രായമില്ലാത്ത അങ്ങയെ വീട്ടിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുവന്ന് സമുദ്രത്തിൽ എറിഞ്ഞു. സിന്ധൗ അക്ഷിപത് സമുദ്രത്തിൽ എറിഞ്ഞു. മത്സ്യഹ മീൻ അഗ്രസി ഒരു വലിയ മീൻ അതിനെ വിഴുങ്ങി, അങ്ങയെ വിഴുങ്ങി. തതുദരാത് അതിന്റെ ഉദരത്തിൽ നിന്ന് പ്രഭോ ഹേ പ്രഭുവായുള്ളവനെ ഭവാൻ അങ്ങ് ഇഹ ഇവിടത്തിൽ പ്രാപിച്ചു. അവ എല്ലാ കഥയും പറഞ്ഞു കൊടുത്തു. മത്സ്യത്തെ കിട്ടിയതും അതിന്റെ വയറ്റിൽ നിന്നും കുട്ടിയെ ജനിച്ചതും കണ്ടു കിട്ടിയതും എല്ലാം പറഞ്ഞു കൊടുത്തു. യേഷത്വാനിർദശം സിന്ധോ അക്ഷിപത് ശംബരോസുര മത്സ്യോ അഗ്രസീതദുദരാത് ഇഹ പ്രാപ്തോ ഭവാൻ പ്രഭോ. ശ്ലോകം 14. തമിമം ജഹി ദുർധർഷം ദുർജയം ശത്രുമാത്മനഃ മായാശതവിദം ത്വം ച മായാഭിർമോഹനാദിഭിഃ. തം ഇമം ജഹി ദുർദർഷം ദുർജയം ശത്രും ആത്മനഃ മായാശതവിദം ത്വം ച മായാഭിഃ മോഹനാദിഭിഃ. ദുർദർഷം അതിക്രമിക്കാൻ പ്രയാസമുള്ളവനും ദുർജയം ജയിക്കാൻ കഴിയാത്തവനും മായാശതവിധം ബഹുവിധം മായകൾ അറിയുന്നവനും ആത്മനഃ അങ്ങയുടെ ശത്രുവായിരിക്കുന്ന തം ഇമം ഇവനെ ഈ ശംബരാസുരനെ. ഇപ്പൊ ശംബരാസുരൻ ഭയങ്കര ശക്തിശാലിയാണ്, അവനെ ജയിക്കാൻ പ്രയാസമാണ്, അവന് ബഹുവിധ മായകൾ അറിയാം. മയനിൽ നിന്ന് മായാവിദ്യകളെല്ലാം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ശത്രുവായ ശംബരാസുരനെ മോഹനാദിഭി മോഹനം മുതലായ മായകളാൽ ത്വം അങ്ങ് ജഹി വധിച്ചാലും. അപ്പൊ അവന് മായാപ്രയോഗം അറിയുന്നതുകൊണ്ട് മായാവിദ്യകൾ അങ്ങ് പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ മായാവിദ്യകൾ കൊണ്ട് ഇവനെ കൊല്ലണം. മോഹനാദിഭി മായാഭി മോഹനം മുതലായ മായകൾ മായാപ്രയോഗമാണ്. പ്രയോഗം കൊണ്ട് അങ്ങ് സംഭരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. തമിമം ജഹി ദുർദർഷം ദുർജയം ശത്രുമാത്മനഃ മായാശതവിധം ത്വം ച മായാഭിർമോഹനാദിഭിഃ. ശ്ലോകം 15. പരിശോചതി തേ മാതാ പുരരീവ ഗതപ്രജാ പുത്രസ്നേഹാകുലാദീന വിവത്സാ ഗൗരിവാകുലാം.
പരിശോചതി തേ മാതാ, തേ മാതാ അങ്ങയുടെ അമ്മ ഗതപ്രജ കുട്ടി നശിച്ചുപോയ കുരരി ഇവ, കുരരി പക്ഷിയെ പോലെയും. അപ്പൊ അങ്ങയുടെ അമ്മ ഇപ്പം ദുഃഖിച്ച് ദ്വാരകയിൽ കഴിയുകയാണ്. അവിടെ കുട്ടി നശിച്ച കുരരി പക്ഷിയെ പോലെയും, അല്ലെങ്കിലോ വിവത്സ കുട്ടി പോയ ആകുലയായ ഗൗ ഇവ പശുവിനെ പോലെയും. കുട്ടി നഷ്ടപ്പെട്ട പശു എങ്ങനെ ദുഃഖിച്ചിരിക്കും, അല്ലെങ്കിൽ കുട്ടി നഷ്ടപ്പെട്ട കുരരപക്ഷി എങ്ങനെ ദുഃഖിച്ചിരിക്കും, അതുപോലെ പുത്രസ്നേഹാകുല, പുത്രസ്നേഹത്താൽ ആകുലനായി ദുഃഖിതയായി ദുഃഖിതയായിട്ടും പരിശോചതി ഇത്രയും ക്ലേശിക്കുന്നു. അങ്ങയുടെ അമ്മ ഇപ്പൊ കുട്ടിയെ കാണാതെ വളരെ ദുഃഖിച്ച് ഇരിക്കുകയാണ്. പരിശോചതി തേ മാതാ കുരരീവ ഗതപ്രജ പുത്രസ്നേഹാകുലാദീന വിവത്സ ഗൗർ ഇവാകുലാം. ശ്ലോകം 16. പ്രഭാഷ്യൈവം ദദൗ വിദ്യാം പ്രത്യുമ്നായ മഹാത്മനെ മായാവതി മഹാമായാം സർവമായ വിനാശിനീം. പ്രഭാഷ്യ ഏവം പ്രഭാഷ്യ, ഇപ്രകാരം സംഭാഷണം ചെയ്തിട്ട്, ഇപ്പൊ മായാവതി ഇപ്രകാരം പ്രത്യുമ്നോട് എല്ലാം പറഞ്ഞിട്ട്, മായാവതി എന്ന നാമത്തെ ധരിച്ചിരിക്കുന്ന രതി മഹാത്മനെ മഹാത്മാവായ പ്രത്യുമ്നായിക്കൊണ്ട് സർവമായാവിനാശിനി സകല മായയെ നശിപ്പിക്കുന്ന മഹാമായാവിദ്യയെ ദദൗ കൊടുത്തു. അപ്പൊ പ്രത്യുമ്നന് എല്ലാ മായയെ നശിപ്പിക്കുന്ന മഹാമായാവിദ്യ പഠിപ്പിച്ചു കൊടുത്തു മായാദേവി, അല്ലെങ്കിൽ രതീദേവി. എല്ലാ മായാവിദ്യയും പ്രത്യുമ്നന് നൽകി. പ്രഭാഷേവം ദദൗ വിദ്യാം പ്രത്യുമ്നായ മഹാത്മനെ മായാവതി മഹാമായാം സർവമായാവിനാശിനീം. ശ്ലോകം 17. സച ശംബരമഭേദ്യ സംയുഗായ സമാഹ്വയത് അവിഷഹ്യൈസ്തം ആക്ഷേപൈ ക്ഷിപൻ സഞ്ജനയൻ കലിം. സഹച ശംബരം അഭേദ്യ, സഹച അവനും ശംബരനെ അഭേദ്യ പ്രാപിച്ചിട്ട്, അതായത് പ്രത്യുമ്നൻ, സഹജാന്ത പ്രത്യുമ്നനും അവനും എന്നുവെച്ചാൽ പ്രത്യുമ്നനും ശംബരന്റെ അടുത്ത് പോയി അഭിഷഹ്യൈ അവന് സഹിക്കാൻ പറ്റാത്ത ആക്ഷേപകി നിന്ദാവാക്കുകൾ കൊണ്ട് ക്ഷിപൻ ആക്ഷേപിക്കുന്നവനായി ശംബരനെ പ്രകോപിക്കാൻ വേണ്ടി അവന്റെ അടുത്ത് ചെന്ന് അവനെ നിന്ദാവാക്കുകൾ കൊണ്ട് ആക്ഷേപിച്ചു. കലിം ദേഷ്യത്തെ സഞ്ജനയൻ ദേഷ്യം ഉണ്ടാക്കി ജനിപ്പിച്ചു അവനിൽ. സംയുഗ യുദ്ധത്തിനായിക്കൊണ്ട് അവനെ ആഹ്വാനം ചെയ്തു. അപ്പൊ നിന്ദാവാക്കുകൾ പറയുമ്പോൾ അയാൾ യുദ്ധത്തിന് പുറപ്പെടുമല്ലോ. അങ്ങനെ നിന്ദാവാക്കുകൾ പറഞ്ഞ് അവനെ യുദ്ധത്തിന് വിളിച്ചു. സച ശംബരമഭേദ്യ സംയുഗായ സമാഹ്വയത് അവിഷഹ്യൈസ്തമാക്ഷേപൈ ക്ഷിപൻ സഞ്ജനയൻ ഗലിം. ശ്ലോകം 18. സോ അധിക്ഷിപ്തോ ദുർവജോഭി പാദാഹദൈവോരക നിശ്ചക്രാമ ഗതാപാണിർ അമർഷാതാമ്രലോചനഃ. സഹ അധിക്ഷിപ്തഃ ദുർവജോഭിഃ പദാഹത ഇവ ഉരഗഃ നിശ്ചക്രാമ ഗതാപാണിഃ അമർഷാതാമ്രലോചനഃ. ദുർവജോഭി ദുർവാക്കുകളാൽ അധിക്ഷിപ്തഃ അധിക്ഷേപിക്കപ്പെട്ട സഹ അവൻ, അതായത് ശംബരാസുരൻ, പാദാഹത കാൽ കൊണ്ട് ഹനിക്കപ്പെട്ട ഉരകൈവ ഒരു പാമ്പിനെ കാൽ കൊണ്ട് ചവിട്ടിയാൽ എങ്ങനെയിരിക്കും? അത് വീര്യത്തോടെ ശൂര്യത്തോടെ എടുത്ത് വെച്ച് ചാടൂലേ പാമ്പ് കടിക്കാൻ? അതുപോലെ അമർഷ ക്രോധം ദേഷ്യപ്പെട്ട് താമ്രലോചന ചുവന്ന കണ്ണുകളോടുകൂടി ഗതാപാണി കയ്യിൽ ഗതയുമെടുത്ത് നിശ്ചക്രാമ അപ്പുറത്തേക്ക് വന്നു. അപ്പൊ പ്രത്യുമ്നൻ നിന്ദാവാക്കുകൾ പറഞ്ഞ് ശംബരാസുരനെ ദേഷ്യപ്പെടുത്തി. അപ്പോൾ കാൽ കൊണ്ട് ചവിട്ടിയ പാമ്പിന്റെ പോലെ ക്രോധം കൊണ്ട് ചുവന്ന കണ്ണുകളോടുകൂടി ഗതയും കയ്യിലെടുത്ത് ശംബരാസുരൻ യുദ്ധത്തിനായി പുറപ്പെട്ടു. സോധിക്ഷിപ്തോ ദുർവജോഭി പദാഹദൈബോരക നിശ്ചക്രാമ ഗതാപാണിർ അമർഷാതാമ്രലോചനഃ. ശ്ലോകം 19. ഗതാമാവിദ്യ തരസ പ്രത്യുമ്നായ മഹാത്മനെ പ്രക്ഷിപ്യ വിനയത്നാദം വജ്ര നിഷ്പേഷ നിഷ്ഠുരം.
ഗതം ആവിദ്യ തരസ തരസ പെട്ടെന്ന് തന്നെ ഗതാം ആവിദ്യ ഗതയെ വീശിക്കൊണ്ട് പ്രത്യുമ്നായ മഹാത്മനെ പ്രത്യുമ്നായ മഹാത്മാവായ ധീരനായ പ്രത്യുമ്നന്റെ നേർക്ക് പ്രക്ഷിപ്യ പ്രയോഗിച്ചു. പ്രത്യുമ്നന്റെ നേർക്ക് പ്രക്ഷേപിച്ചിട്ട് വജ്രനിഷ്പേഷ്ട ഇടിപോലെ കഠിനമായ, അതായത് ഗത കൊണ്ട് പ്രത്യുമ്നെ അടിക്കാൻ വരികയാണ്. അപ്പൊ ഇടിപോലെ കഠിനമായ ഗത പ്രയോഗിച്ചു പ്രത്യുമ്നന്റെ നേരെ. അപ്പം ഇടിപോലെ കഠിനമായ നാദം, ശബ്ദത്തെ വെനതെ പുറപ്പെടുവിച്ചു. ഭയങ്കര ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഗത കൊണ്ട് പ്രത്യുമ്നെ അടിച്ചു. ഗതമാവിദ്യ തരസ പ്രത്യുമ്നായ മഹാത്മനെ പ്രക്ഷിപ്യ വെനതെ നാദം വജ്ര നിഷ്പേഷ നിഷ്ഠുരം. ശ്ലോകം 20. താം ആപതന്തീം ഭഗവാൻ പ്രജ്ഞോ ഗതയാം ഗതാം അപാസ്യ ശത്രവേ ക്രുദ്ധ പ്രാഹിണോ സ്വഗതാം നൃപാം. തം ആപതന്തീം ഭഗവാൻ പ്രത്യുപ്നഃ, അല്ലെ രാജാവേ നൃപ, ഭഗവാൻ പ്രത്യുപ്നഃ, ഭഗവാനായ പ്രത്യുപ്നൻ ആപതന്തി നേരിട്ട് വന്ന താം ഗത, ആ ഗതയെ, പ്രത്യുപ്നന് നേരെ ഗത പ്രയോഗിച്ചപ്പോൾ ആ ഗതയെ എന്ത് ചെയ്തു? ഗത കൊണ്ട് പ്രത്യുമ്നന്റെ നേരെ ഗത അടിക്കാൻ ഓങ്ങിയപ്പോൾ പ്രത്യുമ്നൻ വേറൊരു ഗതയെടുത്ത് അപാസ്യ നിരസിച്ചു, അതിനെ തിരിച്ച് പ്രയോഗിച്ചു. ഗത ക്രോധിച്ചവനായി സ്വഗതാം തന്റെ ഗതയെ ശത്രുവിന്റെ നേർക്ക് പ്രാഹിണോ പ്രയോഗിച്ചു. അപ്പോ പ്രത്യുമ്നൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ മകനാണ്. അപ്പൊ പ്രത്യുമ്നന്റെ നേരെ ശമ്പരാസുരൻ ഗത പ്രയോഗിച്ചപ്പോൾ പ്രത്യുമ്നൻ എന്ത് ചെയ്തു? മറ്റൊരു ഗത എടുത്ത് ആ ഗതയെ തടുത്തു. ക്രോധത്തോടുകൂടി ശത്രുവിന്റെ നേർക്ക് തന്റെ ഗത പ്രയോഗിച്ചു. അപ്പൊ അവര് തമ്മിൽ ഗതായുദ്ധം നടക്കുകയാണ്. ഇനി അടുത്ത ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താമാപതന്തീം ഭഗവാൻ പ്രത്യുപ്നോ ഗതയാം ഗതാം അപാസ്യ ശത്രവേ ക്രുദ്ധ പ്രാഹിണ സ്വഗതാം നൃപാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.